രണ്ടാമത്തെ പത്തിന്റെ ബറക്കത്തുകൊണ്ട് അറിഞ്ഞും അറിയാതെയുമൊക്കെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത മുഴുവൻ അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി മഗ്ഫിറത്ത് തന്ന് മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, പ്രത്യേകം തറാവീഹുകൾ, നമ്മുടെ ഇഅ്തികാഫിന്റെ ഇത്തരം ഒരുമിച്ച് കൂടലുകൾ, വിശുദ്ധ മാസത്തിന്റെ രാപ്പകലുകളിൽ നമ്മൾ നിർവഹിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ അമലുകൾ എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ജീവിതത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ, മറ്റ് കുടുംബവും കച്ചവടവും തൊഴിൽ മേഖലകളും ഭാര്യ മക്കളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാത്തിനും അള്ളാഹു പരിപൂർണ പരിഹാരം തന്ന് അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ മാസത്തിന്റെ വെളിച്ചം അവർ ഓരോരുത്തരുടെയും അർവാഹുകളിലേക്ക്, ബർസഖിലേക്ക് അള്ളാഹു സ്വർഗത്തിന്റെ സന്തോഷമായി എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ പരിശുദ്ധമായ ഫിർദൗസുൽ അലയിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ രണ്ടാമത്തെ പത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രണ്ടാമത്തെ പത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനു വേണ്ടി അവന്റെ അടിമകൾക്ക് പാപമോചനം നൽകാൻ വേണ്ടി മാറ്റിവച്ചിട്ടുള്ള പ്രത്യേകമായ രാപ്പകലുകളാണ് രണ്ടാമത്തെ പത്തിലെ 10 രാപ്പകലുകൾ എന്നുള്ളതും ബഹുമാനപ്പെട്ട ബദരീങ്ങളായ സഹാബത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് എന്നുള്ളതുമാണ്. മഗ്ഫിറത്തും ബദറുമാണ് രണ്ടാമത്തെ പത്തിന്റെ പ്രത്യേകത. വിശദമായി സുദീർഘമായി ഈ വിഷയങ്ങൾ സംസാരിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ലല്ലോ. വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുള്ള പ്രാർത്ഥനയാണ്. അതല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളും അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും അടങ്ങുന്ന പ്രാർത്ഥനയാണ്, ദുആയാണ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട പ്രാർത്ഥന ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹൽ യൗമ 100 മറ. ഓരോ ദിവസവും അള്ളാഹുവിനോട് 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, പൊറുക്കൽ തേടുന്നുണ്ട് എന്ന് ഒരു ചെറുതെറ്റുപോലും ജീവിതത്തിൽ ചെയ്യാത്ത ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്.
ഒരു ചെറുതെറ്റുപോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ കഴിഞ്ഞു പോയതും വരാനുള്ളതും എല്ലാം അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്തിട്ടുണ്ട്, മഗ്ഫിറത്ത് ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത പരിശുദ്ധമായ ഖുർആനിലൂടെ അറിയിക്കപ്പെട്ട അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നോ രണ്ടോ വട്ടമല്ല, 100 പ്രാവശ്യം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പടച്ചവനോട്, അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ദുആ അതാണ്, ഇസ്തിഗ്ഫാർ നടത്തുക. അതിനുവേണ്ടി പ്രത്യേകം അള്ളാഹു റമളാനിലെ 2ാമത്തെ 10 നമുക്ക് വേണ്ടി മാറ്റിവെച്ച് തന്നിരിക്കുകയാണ്. ധാരാളമായി നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുള്ള ദുആ ഇസ്തിഗ്ഫാർ നമ്മൾ നടത്താറുണ്ട്. അതിൽ മാത്രം ഒതുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാനും ദുആയും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ടെന്നാണ്, ചെറിയ ബന്ധമൊന്നുമല്ല. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. അവർ എന്നെപ്പറ്റി അങ്ങയോട് ചോദിച്ചാൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. പരിശുദ്ധ ഖുർആനാണ്, അൽ ബഖറ സൂറത്തിലെ ആയത്താണ്. എന്നെപ്പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തേരെ, ഞാൻ സമീപസ്ഥനാണ്. അവരെന്നോട് ദുആ ചെയ്താൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് അവർ ചോദിച്ചാൽ ദുആ ചെയ്താൽ ഞാൻ അവർക്ക് മറുപടി കൊടുക്കും, അത് ഉറപ്പാണ്. സൂറത്തുൽ ബഖറയിലെ 86ാമത്തെ ആയത്താണ്. ഈ ആയത്തിനു മുമ്പ് പറഞ്ഞിട്ടുള്ള 3 ആയത്തുകൾ അത് നോമ്പിനെ പറ്റിയാണ്, റമളാനിനെ പറ്റിയാണ്. ആ ആയത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരായത്ത് അതും റമളാനിനെ പറ്റിയാണ്. റമളാനിനെ പറ്റിയും നോമ്പിനെ പറ്റിയും പറയുന്ന 4 ആയത്തുകൾക്കിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുആഇനെ പറ്റി എന്നോടവര് ചോദിക്കട്ടെ, ഞാൻ മറുപടി കൊടുത്തേക്കാം, ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്നെല്ലാം അർത്ഥം വരുന്ന ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന ആയത്ത്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. ഫമൻ ഷഹിദ മിൻഹുമുശ് ശഹ്റ ഫൽയസും, ഈ നിലക്കുള്ള റമളാനിനെ പറ്റി നോമ്പിനെ പറ്റിയുള്ള 4 ആയത്തുകൾക്കിടയിലാണ് റമളാനിനെ പറ്റിയോ നോമ്പിനെ പറ്റിയോ അല്ലാത്ത ദുആഇനെ പറ്റി അല്ലാഹു ഇജാബത്ത് തരും, സമീപസ്ഥനാണ് എന്നർത്ഥം വരുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? യുദല്ലിലു അന്ന സിയാമ വ ഖാസ്സതൻ ഫീ റമളാൻ മിൻ അർജാ ഔഖാത്തി ഇജാബത്തി ദുആ. നോമ്പെന്നുള്ളത്, പ്രത്യേകിച്ച് റമളാനിലെ നോമ്പെന്നുള്ളത് മിൻ അർജാ ഔഖാത്തി ഇജാബത്തി ദുആ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും ഉയർന്ന 1ാം സ്ഥാനത്തുള്ള സമയങ്ങളിൽപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നോമ്പുകാരന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കും. പ്രത്യേകിച്ച് റമളാനിലെ നോമ്പുകാരന്റെ ദുആ അർജാ ഇജാബത്തി ഔഖാത്തി ദുആ, ദുആഇന് ഇജാബത്ത് കിട്ടുമെന്ന് ഏറ്റവും ഉറപ്പുള്ള സമയമാണത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് റമളാനിനെയും നോമ്പിനെ പറ്റിയുമുള്ള 4 ആയത്തുകൾക്കിടയിൽ ഈ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത് എന്നാണ്. റമളാനും ദുആയും തമ്മിൽ വല്ലാത്ത ബന്ധമാണ്. നമ്മുടെ സമയങ്ങൾ കഴിവിന്റെ പരമാവധി മനസ്സറിഞ്ഞ് നമ്മുടെ ഹാജാത്തുകൾ, നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആ ചോദ്യങ്ങളിൽ ഏറ്റവും വലിയ ചോദ്യം റബ്ബേ എന്നോട് നീ പൊറുക്കണം എന്നുള്ളതാകണം. എന്റെ ഖൽബിനെ നീ പരിശുദ്ധമാക്കണം,
മനുഷ്യ സഹജമായി പലതും സംഭവിച്ചിട്ടുണ്ട്. എല്ലാം നീ മറക്കണം, പൊറുക്കണം. അതിന് ഏറ്റവും ഉത്തമമായ സമയം റമളാനിലെ 2ാമത്തെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിലൂടെ, ഈ 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് നാം ഓർക്കേണ്ടത് ബദരീങ്ങളെ പറ്റിയാണ്. ബദർ ദിനം റമളാൻ 17-നാണ്. ഇസ്ലാമിക ലോകത്തെ വിജയങ്ങളുടെ അടിത്തറയും അടിസ്ഥാനവും ആകുന്ന പരിശുദ്ധമായ ബദർ യുദ്ധം നടന്നതും ആ ബദർ യുദ്ധത്തിൽ സഹാബത്ത് വിജയിച്ചതും തങ്ങളെക്കാൾ 3 ഇരട്ടിയിൽ കൂടുതൽ ആൾബലമുള്ള, ആയുധബലമുള്ള, സർവായുധ സജ്ജരായ മക്കയിൽ നിന്നും വന്ന മുശ്രിക്കീങ്ങളായ സൈന്യത്തോട് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സർവായുധ സജ്ജരോട് ഏറ്റുമുട്ടിയത് 313 പാവപ്പെട്ട പട്ടിണിക്കാരായ, റമളാനിൽ നോമ്പുകാരായ, കാലിൽ ചെരുപ്പ് ധരിക്കാത്ത, ആയുധം കയ്യിലില്ലാത്ത, പലരും ഒറ്റ വസ്ത്രം ധരിച്ച പാവപ്പെട്ട സഹാബത്ത്. അവര് യുദ്ധം ചെയ്യാൻ, പോരാട്ടത്തിന് മനസ്സുകൊണ്ട്, കൽബുകൊണ്ട് തയ്യാറാകുകയും ആ പോരാട്ടത്തിൽ വിജയം വരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബദറിന്റെ പ്രത്യേകത. ബദർ മുസ്ലിം ഉമ്മത്തിന് പലതും പഠിപ്പിച്ചു തരുന്നുണ്ടെന്നാണ്. നമ്മുടെ ഈമാൻ, നമുക്ക് തഖ്വ പഠിപ്പിച്ചു തരുന്നുണ്ട്, നമുക്ക് തവക്കുല് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാകണം ഒരു മുസ്ലിമിന്റെ ഈമാനും അള്ളാഹുവിലുള്ള വിശ്വാസവും പടച്ചവരുള്ള തവക്കലും എങ്ങനെ കൃത്യമായിട്ട് ബദർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര എതിരാകട്ടെ, എത്ര വലിയ പരീക്ഷണങ്ങൾ വരട്ടെ, മനസ്സ് പതറാതെ ഈമാനിന്റെ ബലത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കണം എന്നുള്ളത്. എന്തൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാലും അവിടെയെല്ലാം ഒരു മുസ്ലിമിന് മാത്രമല്ല, ഐക്യത്തോടെ, ഒരുമയോടെ, ഒന്നായി ചേർന്ന് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ ആ സാഹചര്യങ്ങളിൽ ഒരുമയോടെ ചേർന്ന് നിന്നാൽ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ബദർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. എല്ലാം പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ സഹായങ്ങളിലല്ല മുസ്ലിം പ്രതീക്ഷ വെക്കേണ്ടത്, അതിനേക്കാൾ അഭൗതികമായ സഹായങ്ങളിലാണ്. ഇതിലാണ് മുസ്ലിം പ്രതീക്ഷ വെക്കേണ്ടത്. ഭൗതികമല്ല, അഭൗതികാണ്. വലിയൊരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ചെന്ന ഡോക്ടറിന്റെ കഴിവിലല്ല, അള്ളാഹുവിന്റെ ശിഫയിലാണ് മുസ്ലിം പ്രതീക്ഷ വെക്കേണ്ടത്. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കാണ്. ബദറിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സഹായങ്ങളെക്കാൾ അഭൗതികമായ സഹായങ്ങൾ. യുംദിദുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. 5000 മലക്കുകളെ കൊണ്ടാണ് ബദരീങ്ങൾ അല്ലാഹ് സഹായിച്ചത്. ഇവിടെ 313 ഉള്ള സഹാബത്ത്, അപ്പുറം 1000-ന്റെ ഏകദേശം 1000 ഉള്ളൂ. പക്ഷേ ആ 313-നെ അള്ളാഹു സഹായിച്ചത് 5000 മലക്കുകളെ കൊണ്ടാണ്, അതും ആയുധധാരികളായ മലക്കുകൾ. ഒരു സഹാബി പറയാണ്, ഒരു മുശ്രിക്കായ മനുഷ്യന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി വാളുമുയർത്തിക്കൊണ്ട് അവന്റെ പിന്നാലെ ഞാൻ ചെല്ലുമ്പോ, അത്ഭുതമെന്ന് പറയട്ടെ, അവന്റെ കഴുത്ത് താഴെ കിടന്ന് ഉരുളാണ്, അവന്റെ തല. ഞാൻ വെട്ടിയിട്ടില്ല, എന്റെ വാൾ എത്തിയിട്ടില്ല, അവന്റെ കഴുത്തിലേക്ക് എന്റെ വാൾ എത്തിയിട്ടില്ല, അവന്റെ തല നിലത്ത് കിടന്ന് ഉരുളാൻ. ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയാണ്. ബദർ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുപക്ഷത്താണ്. ഒരു അൻസാരിയായ സഹാബി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ബദറിൽ പിടിക്കപ്പെട്ട തടവുകാരനാണ് റസൂലിന്റെ മൂത്താപ്പ. വന്നിട്ട് റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലിനോട് പറയാൻ, ഒരിക്കലും ഇവനല്ല, ഇദ്ദേഹമല്ല എന്നെ അറസ്റ്റ് ചെയ്തത്, എന്നെ ബന്ധിയാക്കിയത് ഈ അൻസാരിയല്ല, എന്നെ ബന്ധിയാക്കിയത് ഒരു അത്ഭുത മനുഷ്യനാണ്, ഇതുവരെ ഞാൻ കാണാത്ത,
ഇതുവരെ ഞാൻ കാണാത്ത വെട്ടിത്തിളങ്ങുന്ന പ്രകാശമുള്ള അത്ഭുത സൗന്ദര്യത്തിന്റെ ഉടമയായ ഒരു മനുഷ്യനാണ് എന്നെ ബന്ധിയാക്കിയത്. ഇവനല്ല. ആ സഹാബി അൻസാരി പറഞ്ഞു, ഞാനാണ് നബിയെ, ഞാനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്കുത്, നീ മിണ്ടല്ലേ, ഇന്നല്ലാഹ അയ്യദക ബിമലക്കിൻ കരീം. ഒരു മലക്കിനെ കൊണ്ട് അല്ലാഹ് നിന്നെ സഹായിച്ചതാണ്. ഒരു മലക്കിനെ കൊണ്ട് അല്ലാഹ് നിന്നെ സഹായിച്ച മലക്കാണ് ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്യാൻ, ബന്ധിയാക്കാൻ നിന്നെ സഹായിച്ചത്. ഭൗതികമല്ല, അഭൗതികമായ സഹായമാണ്. മുസ്ലിമിന്റെ നമ്മളാകുമ്പോൾ ഈമാന്റെ വിഷയത്തിൽ, തഖ്വയുടെ വിഷയത്തിൽ, തവക്കുലിന്റെ വിഷയത്തിൽ, അമലിന്റെ വിഷയത്തിൽ നമ്മളാകുമ്പോൾ ഭൗതിക സഹായത്തെക്കാൾ അഭൗതികമായ സഹായം കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മളാകണം. റമദാൻ 13 എല്ലാവരും മടുത്തു. നോമ്പിന് തന്നെ മടുപ്പാണ് പലർക്കും. എല്ലാവരും അല്ല, ചിലർ. നോമ്പ് തന്നെ മടുത്തു, നിസ്കാരം മടുത്തു, ജമാഅത്തിന് പള്ളിയിൽ വരാൻ ഒരു മടുപ്പ്, ഖുർആൻ ഓതാൻ മടുപ്പ്, പള്ളിയിൽ നേരത്തെ വരാൻ മടുപ്പ്, എത്തിക്കാഫിരിക്കാൻ മടുപ്പ്. തറാവീഹിന്റെ കാര്യം പിന്നെ പറയണ്ട. തറാവീഹിന്റെ കാര്യം പിന്നെ പറയണ്ട. അതിങ്ങനെ സഫുകളുടെ എണ്ണം കുറഞ്ഞ് എണ്ണം സഫില്ലാതായി. ഒരു പള്ളിയിൽ സുബഹ് പോയപ്പോ സുബഹ് കഴിഞ്ഞപ്പോ ഉസ്താദ് എണീറ്റിട്ട് പറയാണ്, ഇന്നലെ ഇവിടെ തറാവീഹിന് ഒരു സഫ് പോലും പൂർത്തിയായിട്ടില്ല, തികഞ്ഞിട്ടില്ല. ഒരു സഫ് പോലും പൂർത്തിയായിട്ടില്ല. 4-5 സഫൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ പള്ളിയുടെ പരിസരത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയാം, തറാവീഹിന്റെ സമയത്തും. ഉസ്താദ് എണീറ്റിട്ട് പറയാണ്, ഈ പള്ളിയുടെ പരിസരത്ത് എല്ലാവരും ഉണ്ടെന്നറിയാം, പക്ഷെ തറാവീഹിന് ഒരു സഫ് പോലും തികയുന്നില്ല. നമ്മൾ പുറത്തു പോകുകയാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളാകേണ്ടതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല വിഷയത്തിലും നമ്മൾ പുറത്തു പോകുമ്പോ പല വിഷയത്തിലും അള്ളാഹും പുറത്തു പോകും. നമ്മുടെ ജീവിതം, കുടുംബം, കച്ചവടം, സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ നമ്മുടെ മാത്രം തന്റേടം, നമ്മുടെ മാത്രം കഴിവാണ് എന്ന് വിചാരിക്കരുത്. അള്ളാന്റെ അഭൗതികമായ സഹായത്താലാണ് എല്ലാം ഓടുന്നത്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് റമദാൻ പോലുള്ള മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.